കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരായ രണ്ടാംഘട്ട സമരത്തിന് ഇന്ന് തുടക്കം. എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമവും നടക്കും. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. കെ.വി. ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. ആദ്യഘട്ടത്തിൽ എ.കെ.എം. അഷ്റഫ് അടക്കമുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയുണ്ടായി. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം? നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ടോൾ പിരിവിനെതിരെ രണ്ടാം ഘട്ട സമരമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതായത് കലക്ടറേറ്റിലേക്ക് ഉപരോധം ജില്ലയിൽ നിന്നും, അതായത് കാസർഗോഡ് അതുപോലെ തന്നെ മഞ്ചേശ്വരം, ഈ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച UDF-ന്റെ മുഴുവൻ ജനപ്രതിനിധികളും ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഏതായാലും അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം വലിയ തോതിൽ ടോൾ ബൂത്തിനെതിരെ നടന്ന സമരം, അവിടെ പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഈ ടോൾ ബൂത്തിന് നേരെ ആക്രമണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 500ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ഒരു സത്യാഗ്രഹ സമരം നടന്നിരുന്നു. അത് പോലീസ് ഇടപെട്ട് പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സമരം ശ്രദ്ധേയമാകുന്നത്. ഏതായാലും കനത്ത പോലീസ് വലയത്തിലാണ് ഈ ഒരു സമരം നടക്കുന്നത് എന്നതും പ്രാധാന്യമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയിൽ തന്നെയാണ്. എന്നാൽ വലിയ തോതിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJP ഒഴികെയുള്ള CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ കലക്ടറേറ്റ് മാർച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. A.K.M. അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഇതോടൊപ്പം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാനും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അഷ്റഫ് MLA ആയിരിക്കും നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിക്കുക. ഏതായാലും താൽക്കാലിക ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് രണ്ടാം ഘട്ട സമരം ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ ഒരു ഉപരോധ സമരം നടത്തിയതിനു ശേഷം ഇനി തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. എന്തായാലും ബുധനാഴ്ച ഇത് സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി കോടതിയിൽ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ സർവീസ് റോഡില്ലാതെ ടോൾ പിരിക്കുന്നതെന്ന് ഉൾപ്പെടെ കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ഏതായാലും ബുധനാഴ്ച ഇതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തീരുമാനം വരും എന്നനുസരിച്ചായിരിക്കും പ്രക്ഷോഭം കൂടുതൽ തലത്തിലേക്ക് വ്യാപിക്കുക. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP സമരത്തിനില്ല. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട്. ഏതായാലും കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടെ കാണാനുള്ള ഒരു നീക്കത്തിലേക്ക് BJP പോകുന്നുണ്ട്. ടോൾ പിരിവ് ഒഴിവാക്കാനുള്ള ഇതിലുള്ള ഇടപെടൽ അത് നടത്താൻ BJP-യും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്താവനയുമായി BJP മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നത്തെ സമരം അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പോലീസും അതീവ ജാഗ്രതയിലാണ്. അനുസരി. ശരി, കെ.വി. ബൈജു ആണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.